Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ വലിയ എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല, ഒരു ചെറിയ ഫൺ എക്സ്പെരിമെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തേപ്പെട്ടി ഇരിക്കുന്നുണ്ട്. അത് മീൻസ് നമ്മുടെ അയൺ ബോക്സ്. നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ അയൺ ബോക്സ്. അപ്പോൾ ഇതും വെച്ച് നമ്മളൊരു ചായ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഇതുമേ നമ്മൾ പ്ലഗ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുമേ ഹീറ്റ് വരുമല്ലോ. അപ്പോൾ ഈ ഹീറ്റും വെച്ച് നമ്മളൊരു ചായ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ റിയലായിട്ട് ചെയ്യുന്നതല്ല, ഒരു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ഫൺ എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ എടുക്കണം. അല്ലാതെ നേരം എല്ലാ ദിവസവും ഇതുമ്പോൾ തന്നെ ചായ വയ്ക്കാൻ പറ്റില്ല, ഇത് കംപ്ലയിൻ്റ് ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തേപ്പെട്ടി ഉണ്ട്, അയൺ ബോക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 2 ഇഷ്ടികല്ല് പേപ്പർ പോതിന് വെച്ചിട്ടുണ്ട്, ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ശരിക്കും അത് അടുപ്പിച്ച് വയ്ക്കാം. അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. ഇനി നമുക്ക് ആ കപ്പ് എടുത്ത്, നമുക്ക് ചായ ഉണ്ടാക്കണ ഒരു സ്റ്റീലിൻ്റെ കപ്പാണ്. ആ കപ്പ് നമ്മൾ മേളിൽ വെച്ച് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണം ഓണാക്കാൻ. അപ്പോൾ നമ്മൾ കപ്പ് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു 3/4 ഗ്ലാസ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് പ്ലഗ് കൊടുത്തിടാം. ഇപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ വരെ നോക്കി വെക്കാം ഇത് എന്താ നടക്കണേന്ന്, ചൂടാവുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. നമുക്ക് സമയമെടുത്താലും ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കാണാം സൈഡിൽ ബബിൾസ് പൊന്തിയുണ്ട്, പിന്നെ അടിയിൽ നിന്ന് ബബിളൊക്കെ പൊന്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടിരിക്കുന്നത്. നമുക്കിനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് ശരിക്കും തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചായപ്പൊടി ഇടാം. അപ്പോൾ നമ്മൾ ഒരു 3/4 സ്പൂൺ ചായപ്പൊടി നമ്മൾ ഇടാണ് ഇതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇനി ചായപ്പൊടി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മാറ്റാം ഇതിനകത്തുനിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ചില്ലി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചില്ലി ഗ്ലാസ്സിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇടാണ്, ചായക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ അടുപ്പത്ത് വെച്ച് നമ്മളിത് ഓഫ് ചെയ്തു. നമ്മുടെ അയൺ ബോക്സ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ അധികം ചൂടില്ല ഇവിടെ ഈ കപ്പിടിയുമേ. നമ്മളിത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചില്ലി ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചില്ലി ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിക്കും ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച പഞ്ചസാരയും പിന്നെ നമ്മൾ നേരത്തെ ഇട്ട പാൽപ്പൊടി എല്ലായിടത്തേക്കും ആവാൻ വേണ്ടി. ഏകദേശം ചായയുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ശരിക്കും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിനുള്ള ഇത് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ കുടിച്ചു. നമുക്ക് അങ്ങനെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു ഫൺ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗ്യാസൊക്കെ തീർന്നു പോയെങ്കിൽ, നമുക്ക് ഒട്ടും ഗ്യാസ് കിട്ടാൻ വഴിയില്ലെങ്കിൽ, നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ യൂസ് ചെയ്യരുത്. ഇത് കറണ്ട് ആവശ്യത്തിൽ കൂടും. അതുമാത്രമല്ല, നമ്മുടെ അയൺ ബോക്സ് കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയ്ക്കുണ്ട്. അപ്പോൾ ഇതൊരു ഫൺ എക്സ്പെരിമെൻ്റായിട്ട് എടുക്കണം. നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഗ്യാസ് ഇല്ലാന്നുകൊണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യരുത്. പറഞ്ഞ പോലെ തന്നെ അയൺ ബോക്സ് കംപ്ലയിൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.